يلحق العبد من عمله علما علمه ونشره وولدا صالحا تركه مصعبا ورثه أو مسجدا بناه أو بيتا لابن السبيل بناه أو نهرا نجراه أو تصدق في حياته أو كما قال عليه الصلاة والسلام صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين الحمد لله رب العالمين ومن നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയുന്നതിനും കേൾക്കുന്നതിനും അതനുസരിച്ച് അമൽ ചെയ്യുന്നതിനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചു, അമലുകളുടെ വിഷയത്തിൽ, നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ മുന്നേറിക്കൊള്ളുക, ഖൈറുകളുടെ കാര്യങ്ങളിൽ നിങ്ങൾ മുന്നേറുക. സാബിഖൂ ഇലൽ ഖൈറാത്ത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറൂ ബിൽ അഅമാൽ, അമലുകളുടെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കുക, ധൃതിപ്പെട്ട് മുന്നോട്ട് പോകുക. എന്തിനാണ് ഖുർആനിലും ഹദീസിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞത്? മനുഷ്യന്റെ അമലിന്റെ സമയം അവന്റെ മരണം വരെയാണ്. മരണത്തിന് ശേഷം പിന്നെ മനുഷ്യനൊരു അമല് ചെയ്യാൻ കഴിയില്ല. അതോടുകൂടി അവന്റെ കർമ്മം അവസാനിച്ചു. എത്ര കൊല്ലമാണെങ്കിൽ, കുറഞ്ഞതായാലും കൂടിയതായാലും. പിന്നെ അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് കുറഞ്ഞ വർഷത്തേക്കൊന്നുമല്ല, അവസാനിക്കാത്തൊരു ജീവിതത്തിലേക്കാണ്. എല്ലാ മനുഷ്യരുടെയും അള്ളാഹുവിന്റെ മനുഷ്യരുടെ മേലുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും നിങ്ങൾ ധൃതിപ്പെടുക എന്ന് പറഞ്ഞു. ഫഖിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. ബാദിറൂ ബിൽ അഅമാലി ഫിത്ന, ഫിത്ന വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകളിലേക്ക് വേഗത കാണിക്കുക. ബാദിറൂ ബിൽ അഅമാലി സബഅ, 7 കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ അമലിലേക്ക് ധൃതി കാണിക്കുക. ഇങ്ങനെയെല്ലാം ഹദീസില് ഖുർആനില് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പ്രേരിപ്പിക്കുകയാണ്, നമ്മളോട് കൽപ്പിക്കുകയാണ്, ബോധ്യപ്പെടുത്തി തരികയാണ്. എന്നാൽ ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി തആല അലൈഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 കാര്യങ്ങൾ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാലും അവനിലേക്ക് ചെന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. 7 കാര്യങ്ങൾ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അത് അവനിലേക്ക് ചെന്നെത്തിക്കൊണ്ടേയിരിക്കും. നമസ്കാരം മരണത്തോടെ അവസാനിച്ച് പിന്നെ അവന്റെ നമസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ചെയ്തുകൊണ്ടിരുന്ന അമലുകളൊക്കെ പൂർത്തിയായി. പിന്നെ അമലിന്റെ സമയമല്ല, തീർന്നു. പക്ഷെ 7 കാര്യങ്ങളുടെ പ്രതിഫലം ഈ മനുഷ്യന്റെ നിലയ്ക്കാതെ എത്തിക്കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന മിമ്മാ യൽഹഖുൽ അബ്ദ ബഅദ മൗതിഹി, ഒരു ദാസൻ അവന്റെ മരണത്തിന് ശേഷം അവരിലേക്ക് ചെന്ന് ചേരുന്ന കാര്യങ്ങൾ. എന്നിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം ഇൽമൻ അല്ലമഹു വനശറഹു. ഒന്ന് ഇൽമാണ്, അതിനെ അവൻ പഠിക്കുകയും അതിനെ അവൻ വ്യാപിപ്പിക്കുകയും ചെയ്യും, പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇൽമെന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ ഇൽമ്, വഹീയുടെ ഇൽമ്. ഇത് പഠിക്കുകയും അതിനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നും അത് ആലിമീങ്ങളുടെ മാത്രം ഒരു ദൗത്യമാണ്, അവർക്ക് മാത്രമേ ആ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുള്ളൂ. അങ്ങനെയല്ല. ഇൽമ് അതിന്റെ വിവിധ ദർജകളുണ്ട്. ഏറ്റവും ഉയർന്ന ആലിമീങ്ങൾ അത്രയും ഗൗരവമായിട്ട് പറഞ്ഞു തരും. എന്നാൽ ഓരോ മുഅ്മിനും അവൻ അറിയുന്ന ഇൽമിനെ പഠിപ്പിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക്. അത് ഈ ഉമ്മത്തിന്റെ, ഈ സമുദായത്തിന്റെ ഒരു രീതി അതായിരുന്നു, ഒരു സംസ്കാരം അതായിരുന്നു. ഒരാൾക്ക് ഒരു കാര്യത്തെ സംബന്ധിച്ച് അറിയാം, അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഒരാൾക്ക് ഇരിക്കുകയാണ്, ഒരാളെ വിളിച്ചിട്ട് പറയാണ്,
ഫർദ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, അല്ലാഹു അക്ബർ പറഞ്ഞു, അതിന്റെ പ്രതിഫലം പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചെയ്യുന്ന ഒരു അമൽ, അതിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. ഒരാളോട് പറയാണ് 5 നേരത്തെ നമസ്കാരം, അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു. നമസ്കാരത്തിന് ഒരാൾക്ക് ഫാത്തിഹ അറിയില്ല, അത് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ തനിക്ക് അറിയാവുന്ന ഇൽമിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, അത് ആലിമീങ്ങൾക്ക് മാത്രം കഴിയുന്ന കാര്യമൊന്നുമല്ല, അല്ലാത്തവർക്കും കഴിയും. കഴിവിന്റെ പരമാവധി ഓരോ മനുഷ്യനും അവന്റെ മേൽ നിർബന്ധമായത് പഠിക്കൽ അവന് ഫർദാണല്ലോ. ആ ഫർദിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷേ നമ്മൾ ആരെങ്കിലും അങ്ങനെ പഠിപ്പിക്കാറുണ്ടോ, പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരാള് നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ പുറത്തോ, അപ്പൊ ആ മനുഷ്യൻ അതനുസരിച്ച് അമൽ ചെയ്തു, ആ ഇൽമ് അത് ഈ മനുഷ്യന് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻഗാമികളായ ഇമാമിങ്ങൾ, അഹിമ്മത്തുകൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നു, അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്നുണ്ടാവും. നമ്മൾ ജുമാ നമസ്കരിക്കുന്നു, അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇൽമൻ അല്ലമഹു വനശ്റഹു, ഇത് ഈ ഉമ്മത്തിന്റെ ഒരു ഹദാറത്താണ്, ഒരു സംസ്കാരമാണ്. അത് എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അതിലേക്ക് മടങ്ങി വരണം. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നമ്മൾ ദീന്റെ കാര്യങ്ങൾ പഠിക്കുന്നതിന് അത്യാഗ്രഹമുള്ളവരാകണം. അത് നമുക്ക് വേണ്ടതല്ല, അത് 5-6 മുസ്ലിയാക്കന്മാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോവുകയല്ല വേണം. റദീനാ ഖിസ്മത്തുൽ ജബ്ബാരി ഫീന ലനാ ഇൽമുൻ വലിൽ അഅദാഇ മാലൂം. ഇതാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു തന്നത്. അല്ലാഹു തആല ഓഹരി വെച്ച് തന്നത് നമ്മൾ വളരെ സംതൃപ്തരാണ്. നമുക്ക് ദീനിന്റെ ഇൽമും ശത്രുക്കൾക്ക് ധനവും. അവർക്ക് ഇഷ്ടം പോലെ പണം കിട്ടി, നമുക്ക് അതിൽ വിഷമമൊന്നുമില്ല. നമുക്കെന്ത് കിട്ടി? നമുക്ക് അല്ലാഹു തആല ഇൽമു തന്നു. ഒരാൾക്ക് ഫാത്തിഹ അറിയാതെ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഒരാളെ ചോദിക്കുക, നിനക്ക് ഫാത്തിഹ അറിയോ? ഇല്ല, നീ മോദിയെ കേൾക്കട്ടെ. ഇതിങ്ങനെയാണ് ഒരു സുഹൃത്തിന് നല്ല രീതിയിൽ സൂറത്തുൽ ഇഖ്ലാസ് അറിയാം, ഖുൽ ഹുവല്ലാഹു അഹദ്, അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സുജൂദിൽ പറയുന്ന തസ്ബീഹ് അറിയാം, അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. റുക്കോയിൽ പറയുന്ന തസ്ബീഹ് അറിയാം, അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ എന്തെല്ലാം കാര്യം പറയാം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇതിൽ കൂടുതൽ പഠിക്കണം എന്ന് നമുക്ക് ബോധ്യം വരും. ഇത് വ്യാപകമായിട്ട് ഈ ഉമ്മത്തിൽ നിലനിൽക്കണം. ഇത് മനുഷ്യൻ മരിച്ചാലും നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് കുടിക്കാൻ പറ്റൂല, ഹജ്ജ് ചെയ്യാൻ പറ്റൂല, വേറെ അമലും പറ്റൂല. പക്ഷെ കബറിൽ കടന്നാലും ഈ അമല് വന്നുകൊണ്ടേയിരിക്കും. ഒന്നാമതായിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമൻ അല്ലമഹു വനശ്റഹു. ഒരു മനുഷ്യൻ പഠിച്ച ഇൽമ് അതിനെ അവൻ വ്യാപിപ്പിച്ചു, അതൊരു ദാസനിലേക്ക്, അവന്റെ ഖബറിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏറ്റവും വലിയ ഉദാരൻ, ഏറ്റവും വലിയ ഔദാര്യവാൻ ആരാണ് എന്ന് ചോദിച്ചതിന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വാജിബതുക്കും ബഅദി, എനിക്ക് ശേഷം ഏറ്റവും വലിയ ധർമ്മം ചെയ്യുന്ന മനുഷ്യൻ എന്റെ ദീൻ പഠിക്കുകയും അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നയാളാണ്, അതിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നയാളാണ്. ആ ഒരു വലിയ മഹത്തായ ദൗത്യമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ആർക്കും നഷ്ടപ്പെടരുത്. നമ്മൾ പഠിക്കണം. സഹാബാക്കളൊക്കെ എത്രയോ കാലം വരെ കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. എത്ര പ്രായാധിക്യത്തിൽ പഠിച്ചവരാണ്. ഇപ്പോഴാണ് അങ്ങനെ പഠിക്കുന്നത്. അടുത്ത സമയത്ത് 80 വയസ്സുള്ള ഒരു ഉമ്മ ഒരു ഖുർആൻ ഹിഫ്ള് ചെയ്യും. 80 വയസ്സുണ്ട്, ഒരു ഖുർആൻ ഹിഫ്ള് ചെയ്യും, പൂർത്തിയാക്കി. എന്നിട്ട് അതിന്റെ ദൗറ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മ മരണപ്പെട്ടു. ഞാനൊരിക്കലും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് പള്ളിയിൽ നിന്ന് ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നുണ്ട്, റിട്ടയർഡ് ആയതിനു ശേഷം. ഞാൻ ചോദിച്ചോ പറഞ്ഞു, എനിക്ക് ഹിഫ്ള് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഹിഫ്ള് ചെയ്യാൻ ശ്രമിക്കുക, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ആപത്യങ്ങളുടെ കൂട്ടത്തിൽ പോകാൻ പറ്റുമല്ലോ. ഈ മുഅ്മിനീങ്ങളുടെ ഒരു വലിയ ഗുണമാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ഖബറിലേക്ക് എത്തിച്ചേരുന്ന അതാണ്. എത്ര സമയം നമുക്ക് പാഴാകുന്നുണ്ട്, എത്ര സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊരു ഹദീസ് വായിക്കാറുണ്ടോ, ഒരു ഹദീസ് പഠിക്കാറുണ്ടോ, അതിനൊരു ഗൗരവം കൊടുക്കാറുണ്ടോ? നമ്മൾ എത്ര സമയം മൊബൈലിനകത്ത് സമയം ചെലവഴിക്കും? ഖുർആൻ നമ്മളൊന്ന് തുറന്നു നോക്കാറുണ്ട്? അതുപോലെ ഈ ഇൽമിനെ വ്യാപിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇൽമിനെ പഠിപ്പിക്കണം, പഠിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ദീനിന്റെ ഇൽമിന്റെ കാര്യങ്ങൾ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ വായിപ്പിക്കണം. രണ്ടാമതായിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലദൻ സാലിഹൻ തറക്കം. രണ്ടാമത്തെ ഒരു മനുഷ്യൻ വിട്ടിട്ട് പോകുന്ന ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ സാലിഹായ സന്താനമാണ്. സന്താനങ്ങൾ സാലിഹായിരിക്കണമെന്ന് മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ അത്യാഗ്രഹമാണ്. നമ്മൾ സാലിഹാകണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചതാണത്.
നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞങ്ങളെ ചെറുപ്പത്തിൽ പരിപാലിച്ചതുപോലെ അവർക്ക് നീ ഗുണം ചെയ്യണം. നമ്മളുടെ മക്കൾ സാലിഹ്യങ്ങളാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടുള്ള ദുആയാണ്. പരിശുദ്ധ ഖുർആൻ നബിമാരുടെ ദുആ അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട് മക്കൾക്ക് വേണ്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആ, മറിയം ബീവിയുടെ ദുആ, ഇതൊക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ നബിമാർ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്താനം ജനിക്കുന്നതിന് മുമ്പേ സന്താനത്തിന് വേണ്ടി ദുആ ചെയ്യും, ജനിച്ചതിന് ശേഷവും ദുആ ചെയ്യും. സന്താനം ജനിക്കുന്നതിന് മുമ്പേ പ്രതീക്ഷയില്ലാത്ത ആളാണ്, എനിക്ക് സാലിഹായ തയ്യിബായ മകനെ തരണേ. അത് ഖുർആൻ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുക, മക്കൾക്ക് വേണ്ടി ദുആ. മഹാനായ ഒരു താബിഈ, അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി മഗ്‌രിബ് നമസ്കരിച്ചതിന് ശേഷം സുന്നത്ത് നമസ്കാരത്തിൽ ദീർഘമായി സുജൂദ് ചെയ്യും. ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കും. സുന്നത്ത് നമസ്കാരത്തിൽ ദീർഘമായി സുജൂദ് ചെയ്യും. അപ്പോ ഒരാൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയ മകൻ പുറത്ത് വാപ്പയുടെ കൂട്ടത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. താബിഈയായ മഹാനവറുകൾ നമസ്കാരം കഴിഞ്ഞു വന്നു പറഞ്ഞു, എന്റെ ഈ നമസ്കാരത്തെ ദീർഘിപ്പിച്ചത്, എന്റെ സുജൂദിനെ ദീർഘിപ്പിച്ചത് എന്റെ ഈ പുത്രനാണ്. അവന് വേണ്ടിയുള്ള എന്റെ ദീർഘമായ ദുആയുടെ കാരണത്താലാണ് ഞാൻ നമസ്കാരത്തെ ദീർഘിപ്പിച്ചത്. അപ്പൊ മക്കൾക്ക് വേണ്ടി ഒന്നാമത് ദുആ ചെയ്യണം. രണ്ടാമത് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം, നല്ല വസിയത്തുകൾ ചെയ്യണം. ഖുർആനിൽ അല്ലാഹു തആല ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വസിയത്തുകൾ, മക്കളോടുള്ള ഉപദേശങ്ങൾ എടുത്തു പറയുന്നു. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മരണസമയത്തുള്ള മക്കളോടുള്ള വസിയത്ത് എടുത്തു പറയുന്നു. ഒരുപാട് നബിമാർ തങ്ങളുടെ മക്കളോട് ചെയ്യുന്ന വസിയത്ത്. അതുപോലെ തന്നെ അവരുടെ നന്മയെ കാംക്ഷിക്കണം, അവരുടെ നന്മയെ ആഗ്രഹിക്കണം. ഇത് അവരിൽ നിന്നുള്ള ദുആയും അവരുടെ അമലുകളും നമ്മുടെ ഖബറിലേക്ക് എത്തിച്ചേരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട അമലാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്തഹബൻ വറസഹു. ഒരു മുസ്തഹബ് ഒരാൾ അനന്തരാവകാശമാക്കി എന്ന് പറഞ്ഞാൽ അനന്തരപ്പെടുത്തി കൊടുത്തു, മുസ്തഹബ് വാങ്ങിക്കൊടുത്തു. ഓടുന്നതിന് ഒരു മസ്ജിദിൽ വന്നു, മുസ്തഹബ് ഇല്ല, അവിടെ ഒരു മുസ്തഹബ് വാങ്ങിച്ചു വെച്ചു. അത് പാരായണം ചെയ്യുന്നിടത്തോളം കാലം അതിന്റെ പ്രതിഫലം ഈ മനുഷ്യരിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഒരു നാട്ടിലൂടെ ഒരു നാട്ടിൽ യാത്ര ചെയ്ത് നമ്മൾ പോവുകയാണ്, ഒരു പള്ളിയിൽ കയറി ഖുർആനില്ല, ഖുർആൻ വാങ്ങിച്ചു വെച്ചു. നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ മറ്റൊരു കാര്യമാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ പാരായണം പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം ഒരുപാട് അറബി നാടുകളിൽ ജോലി ചെയ്തവർ, യാത്ര ചെയ്യുന്നവരും, നമുക്കറിയാം അവിടുത്തെയൊക്കെ ഒരു രീതി അറിയാം. പള്ളിയിലേക്ക് വന്നാൽ ബാക്കി വിളിച്ച് 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഖുർആൻ ഷരീഫ് കൊടുത്ത് തുറന്നു നോക്കും, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. അത് പാരായണം ചെയ്യാനുള്ള പാകത്തിന് ഖുർആൻ ഷരീഫ് അവിടെ വെച്ചിട്ടുമുണ്ട്. ഖുർആനുമായിട്ട് വല്ലാത്ത ബന്ധമാണ്. ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇത് എത്ര ഉയർന്ന കലാമാണ്, ഇതിനോടുള്ള ബന്ധം. പക്ഷെ നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. 5 മിനിറ്റ് കിട്ടി നമ്മൾ ഒച്ച ഉണ്ടാക്കും, വെള്ളം ഉണ്ടാക്കും, വർത്താനം പറയും, അല്ലെ പുറത്തു നിൽക്കും, പിന്നെ കയറി വരും. ഒരു ഹാർഫ് ഓതിയാൽ എത്ര നന്മയാണ് കിട്ടുന്നത്, ഒരു ഹാർഫ്. ഇതല്ലേ നാളെ ആഖിറത്തിൽ നമുക്ക് അനുകൂല പ്രതികൂലമായിട്ട് സാക്ഷിയാകുന്ന സാധനം. ഖുർആനല്ലേ. ഖുർആൻ ഹുജ്ജത്തുൽ ലക വ അലൈക. ഖുർആൻ നിങ്ങൾക്ക് ഒന്നുകിൽ അനുകൂല സാക്ഷിയാണ്, അല്ലെങ്കിൽ പ്രതികൂല സാക്ഷിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ ഖുലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നത് ഒറ്റ ഹർഫാണെന്ന് ഞാൻ പറയുകയില്ല. ബൽ അലിഫുൻ ഹർഫുൻ വ ലാമുൻ ഹർഫുൻ വ മീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ഒരു ഹർഫ് ഓതിയാൽ 10 നന്മ, ഏറ്റവും കുറഞ്ഞത് അലിഫ് ലാം മീം എന്ന് ഓതി കഴിയുമ്പോൾ കുറഞ്ഞത് 30 നന്മ. അല്ല, അതിന്റെ മദ്ദുകളൊക്കെ കൂട്ടി അതിന്റെ നന്മ കൂടുതലാണ് എന്ന് ഉലമാക്കൾ പറയുന്നു. ഏറ്റവും കുറഞ്ഞതാണ് 30 നന്മ. പരിശുദ്ധ ഖുർആൻ എത്ര വലിയ നന്മയുടെ കിതാബാണ്. അത് നമുക്ക് വായിക്കാനും ഓതാനും കഴിയണം. തീരെ കഴിയുന്നില്ലെങ്കിൽ എടുത്ത് നമ്മൾ നോക്കണം. അങ്ങനെ ഖുർആനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാണ്. ഒരു മനുഷ്യൻ അങ്ങനെ ഖുർആൻ വാങ്ങിച്ചു കൊടുത്തു, ഖുർആൻ വാങ്ങി വെച്ചു, ഒരു മസ്ജിദിൽ, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഖുർആനിന്റെ ആശയങ്ങൾ, സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു, അത് വാങ്ങിച്ചു കൊടുത്തു. ഇതെല്ലാം ഒരു മനുഷ്യന്റെ ഖബറിലേക്ക് എത്തിച്ച്. ഒരു മഹാന്റെ പ്രഭാഷണത്തിൽ ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു വലിയ ഒരാൾ, ഒരു ദാഇ, ഒരു ആലിം, അദ്ദേഹം ഏതൊരു യാത്രയിൽ, വിദേശ രാജ്യത്താണ്, യൂറോപ്യൻ രാജ്യത്താണ്, ഒരു ഹോട്ടലിൽ വന്ന് താമസിച്ചു. അപ്പൊ അദ്ദേഹം പോകുന്ന സമയത്ത്, വലിയ ഹോട്ടലാണ്, അവിടുത്തെ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആളിന്
ഒരു ഗിഫ്റ്റ് കൊടുത്തു, പരിശുദ്ധ ഖുർആന്റെ ഇംഗ്ലീഷിൽ അവരുടെ ഭാഷയിലുള്ള ഒരു ട്രാൻസ്ലേഷൻ. എന്നിട്ട് അതിന്റെ മഹത്വം പറഞ്ഞു, ബഹുമാനം പറഞ്ഞു. ഇതിനെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ, ഇത് അത്ര വലിയ കുറച്ചവന്റെ ഗ്രന്ഥമാണ്, ഈ രീതിയിലെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു. ആ മനുഷ്യൻ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇതെനിക്ക് വലിയൊരാൾ തന്നൊരു ഗിഫ്റ്റാണ്, അതുകൊണ്ട് ഇത് സൂക്ഷ്മതയോടുകൂടി അല്ലാതെ ഇത് ഉപയോഗിക്കാൻ പാടില്ല, നീ ഇത് എടുക്കരുത്, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. കാരണം അവിടെ സ്വാഭാവികമായിട്ടും ഇസ്ലാമിനോട് ഒരു വെറുപ്പുള്ള അങ്ങനത്തെ ചിന്താഗതിയുള്ളവരായിരുന്നു. അവരുടെയൊക്കെ കൾച്ചർ മറ്റൊന്നാണല്ലോ. പക്ഷെ ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് ആ സ്ത്രീ എടുത്തു വായിച്ചു. സൂറത്തുൽ ബഖറ അതിന്റെ തുടക്കം തന്നെ വായിച്ചപ്പോൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ്, ഈ കിതാബ്, ആ കിതാബ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അവർ പറയുന്നത്, ഇങ്ങനെയുണ്ടോ ഒരു കിതാബ്, ഒരു പുസ്തകം, ഈ പുസ്തകത്തിൽ എഴുതിയതിൽ യാതൊരു തർക്കവുമില്ല, സംശയമില്ല, അങ്ങനെ ആരെങ്കിലും ലോകത്ത് എഴുതിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ധൈര്യം വരും എഴുതാൻ? ആർക്കും ധൈര്യം വരില്ല എഴുതാൻ. ഞാൻ ഈ എഴുതുന്നതിനകത്ത് യാതൊരു സംശയമില്ല, ഇതെല്ലാം പൂർണ്ണമായി ശരിയാണ് പറഞ്ഞാൽ അതിന്റെ മറുപടി പിറ്റേ ദിവസം ഇറങ്ങും. മറുപടി ആർക്കും പറയാൻ കഴിയില്ല, ആർക്കും സാധിക്കില്ല. സ്വാഭാവികമായും ബുദ്ധിയും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അതൊക്കെ ആലോചിക്കും. അപ്പൊ ആ സ്ത്രീ ആലോചിച്ചത്, ഇങ്ങനെ ഒരു പുസ്തകം, ഇതിന് യാതൊരു സംശയമില്ല എന്ന് പറയുന്നു. ആർക്കും സംശയമില്ല. സംശയാധിഷ്ഠിതമായി ആ ഒരു ചിന്തയോടുകൂടി അവർ പരിശുദ്ധ ഖുർആൻ വായിച്ചു. അവസാനം അവർ ഇസ്ലാം സ്വീകരിച്ചു. ഭർത്താവിനെ അവർ മുസ്ലിമാക്കി. അപ്പോൾ ഈ മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല. അതാണ് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ താല്പര്യമാണ്. അപ്പൊ ഖുർആൻ ഷരീഫിനെ എന്ത് ചെയ്തു? ഒരാൾ വ്യാപിപ്പിച്ചു. അതിന്റെ പഠനം, അതിന്റെ പാരായണം, അതിന്റെ സന്ദേശം ഖുർആൻ വാങ്ങിച്ച് അനന്തരാവകാശമാക്കി കൊടുത്തു. ഒരു മനുഷ്യൻ ഖബറിലെത്തിയാലും മോറിലേക്ക് എത്തിച്ചേരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഔ മുസ്തഹഫൻ വറത്തഹു ഔ മസ്ജിദൻ ബനാഹു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു മസ്ജിദ് നിർമ്മിച്ചു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ആ കാര്യം ഓർമ്മപ്പെടുത്തിയിരുന്നു. മസ്ജിദ് നിർമ്മിക്കുക, നമ്മൾ വിചാരിക്കും എല്ലാവർക്കും മസ്ജിദ് നിർമ്മിക്കാൻ കഴിയുമോ? ഇല്ല. മസ്ജിദ് നിർമ്മിക്കുക, അല്ലെങ്കിൽ മസ്ജിദിനെ സഹായിക്കുക, അല്ലെങ്കിൽ ഒരു പ്രദേശം അവിടെ മുസ്ലിമീങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലമില്ല, സൗകര്യമില്ല, മസ്ജിദില്ല, അപ്പൊ കുറച്ച് ആൾക്കാരെ കൂട്ടി, ഒരാൾക്ക് സ്വന്തം കഴിയുന്നില്ല, അവരെല്ലാം ഏർപ്പെടുത്തി, എന്നിട്ടൊരു മസ്ജിദ് നിർമ്മിച്ചു കൊടുത്തു. ആ മനുഷ്യൻ കബറിലെത്തിയാലും ഇവിടെ നിന്നുള്ള പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. മസ്ജിദൻ ബനാ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, അതൊരു കാടപ്പക്ഷിയുടെ കൂടിന്റെ അത്രയും ഉള്ളതാണെങ്കിലും ശരി, അതിലാർക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ അത്രയെങ്കിലും ഒരു മനുഷ്യൻ ഒരു മസ്ജിദിന് വേണ്ടി സഹായിച്ചു, അതിൽ ഇബാദത്ത് നടക്കുന്ന കാലത്തോളം പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. നാലാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസ്ജിദൻ ബനാ. പിന്നീട് പറഞ്ഞു ബൈത്തൻ ബനാഹു ലിബ്നി സബീൽ, വഴിയാത്രക്കാർക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചു. പഴയ കാലഘട്ടത്തിൽ യാത്ര ചെയ്തു വരുന്ന മനുഷ്യർക്ക് താമസിക്കാനുള്ള ഇടങ്ങളും ഏർപ്പാടുകളും ഇല്ല. അവർക്ക് താമസിക്കാൻ ഫ്രീ ആയിട്ട് ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കും. ഇന്നും ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയാലും ഇത്രയും സാമ്പത്തികമായി ഞെരുക്കത്തിനും പ്രയാസത്തിലും ഒക്കെ ആണെങ്കിലും പല മസ്ജിദുകളിലും എല്ലാ മദ്രസകളിലും നമുക്ക് കാണാൻ പറ്റും മെഹ്മാൻ ഖാന എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രത്യേക റൂം തന്നെ ഉണ്ടാകും, അതിഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യം. മുസ്ലിമീങ്ങൾ ആരെങ്കിലും ദീർഘമായി യാത്ര ചെയ്ത് അവിടെ എത്തിയാൽ അവർക്ക് താമസിക്കാനുള്ള കടക്ക്, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. ഇന്ന് വ്യാപകമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ മദ്രസകളിൽ പോലും അത് ഉണ്ടാവില്ല. കാരണം നമ്മുടെ സ്വാർത്ഥത ഇച്ചിരി കൂടുതലാണ്. മറ്റൊരാളെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നമുക്ക് അല്പം കുറവാണ്. നമ്മുടെ മസ്ജിദുകളിൽ പോലും നമ്മൾ സന്നദ്ധരാവില്ല. അത് നമ്മുടെ ഒരു ദുര്യോഗമാണ്. പഴയ കാലഘട്ടത്തിൽ ഒരു അതിഥി ഒരു വീട്ടിലേക്ക് വരുന്ന പറഞ്ഞാൽ തന്നെ നമുക്ക് വിഷമമാണ്. വിധങ്ങൾ ശ്രദ്ധാനുസരണം പറഞ്ഞു 1000 ബർക്കത്തുമായിട്ടാണ്, റഹ്മത്തുമായിട്ടാണ് ഒരു അതിഥി വരുന്നത്. 1000 റഹ്മത്തുമായിട്ട് ഒരു അതിഥി വീട്ടിലേക്ക് വരുന്നത്. ഒരു അതിഥി വീട്ടിൽ വന്ന് പോയാൽ 1000 റഹ്മത്തുമായിട്ടാണ് വരുന്നത്. ഇതൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിധങ്ങൾ ശ്രദ്ധാനുസരണം പറഞ്ഞു ഔ ബൈത്തൻ ലിബ്നി സബീൽ ബനാ, വഴിയാത്രക്കാർക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്തു. അത് ഉപയോഗിക്കുന്നിടത്തോളം കാലം അതിന്റെ പ്രതിഫലം ഈ മനുഷ്യന്റെ കവറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ആരുപയോഗിച്ചാലും മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു പുഴ ഒഴുക്കി, അല്ലെങ്കിൽ ഒരു കിണർ വെള്ളം കുടിപ്പിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, വെള്ളം കുടിപ്പിക്കുക എന്നുള്ള ആ ഒരു അമല് വലിയ വലിയ രോഗങ്ങളെ പോലും മനുഷ്യൻ നിന്ന് മാറ്റിക്കളയും. അങ്ങനത്തെ ഉള്ള അമല വെള്ളം കുടിപ്പിക്കുക എന്നുള്ള. അതിന്റെ പ്രതിഫലം അപാരമാണ്. ഹാക്കിം റഹ്മത്തുള്ളാഹി തആല അലൈഹി വലിയ ഹദീസിന്റെ പണ്ഡിതനാണ്. ഹാക്കിം പ്രധാനപ്പെട്ട കിതാബാണ് ഹദീസിന്റെ. അദ്ദേഹത്തിന്റെ മുഖത്തൊരു വല്ലാത്ത കുരു ഉണ്ടായിരുന്നു. ഒരു വീങ്ങി വന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചല ഒലിച്ചുകൊണ്ടേയിരിക്കും.
ഒരു വർഷത്തോളം അതങ്ങനെ ഒളിച്ചുകൊണ്ടിരുന്നു. താരീഖിൽ കാണാൻ കഴിയും. അദ്ദേഹം പോയിട്ട് തന്റെ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. പഴയ കാലഘട്ടത്തിലും ഇങ്ങനത്തെ രീതി ഉണ്ടാവും. ജുമുഅയ്ക്ക് അദ്ദേഹത്തിനോട് ദുആ ചെയ്യും. എല്ലാവരും ആമീൻ വിളിച്ചു. അപ്പൊ തിരിച്ചു പോയപ്പോ ഈ സംഭവം അറിഞ്ഞ ഒരു സ്ത്രീ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സഹിയായിട്ട് ആ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി ദീർഘനേരം ഈ മഹാൻ വേണ്ടി ദുആ ചെയ്തു. കാരണം അദ്ദേഹം വലിയ മുഹദ്ദിസാണ്, വലിയ ഹദീസിന്റെ പണ്ഡിതനാണ്, ഹദീസിന്റെ കിതാബ് എഴുതിയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ദീർഘമായിട്ട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തിട്ട് കിടന്നപ്പോൾ ആ സ്ത്രീ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. എന്നിട്ട് പറഞ്ഞു, അബൂ അബ്ദുള്ള ഹാക്കിമിനോട് പറയാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറയാൻ കൽപ്പിച്ചു, സാധുക്കൾ ഫുഖറാക്കൾ താമസിക്കുന്ന നാടുകളിൽ അവർക്ക് വെള്ളം കുടിപ്പിക്കാൻ പറഞ്ഞു. ഈ സംഭവം കേട്ട അദ്ദേഹം ജനങ്ങളെ സാധുക്കൾ താമസിക്കുന്ന നാട്ടിൽ അവർക്ക് വെള്ളം കുടിക്കുന്നതിനുള്ള കിണറോ ഏർപ്പാട് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഈ അസുഖം സുഖപ്പെട്ടു എന്ന് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി തആല അടുക്കൽ ഒരാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, 7 വർഷമായി എന്റെ കാലിൽ ഒരു വലിയ വ്രണമുണ്ടായിട്ട് അതിങ്ങനെ പൊട്ടി ഒലിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരുപാട് ചികിത്സകൾ ഞാൻ ചെയ്തു, പക്ഷെ ഒരു കുറവുമില്ല. എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഈ സാധുക്കളായ ആൾക്കാർ കൂടിയിരിക്കുന്ന, അവർ ജീവിക്കുന്ന പ്രദേശത്ത് പോയി അവർക്ക് കുടിവെള്ളത്തിനുള്ള ഏർപ്പാട് ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല അത് കാരണമായിട്ട് നിന്റെ ഈ രോഗത്തെ ശിഫാക്കിയേക്കാം. അദ്ദേഹം അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് പോയി ഒരു കിണർ കുഴിച്ചു കൊടുത്തു. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അസുഖം മാറിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും. കാരണം അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പാവപ്പെട്ടവന് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക. ഏതുവരെ നമ്മൾ എപ്പോഴും ബുഖാരി മുസ്ലിമിന്റെ റിവായത്ത് പൊതുവെ നമുക്കറിയാം എത്രത്തോളം അതിന്റെ മഹാത്മ്യം എന്ന് വെച്ചാൽ, ഒരു പട്ടിക്ക് വെള്ളം കൊടുത്ത മനുഷ്യൻ അള്ളാഹു കൊടുത്തു എന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താ, ഒരു വെള്ളം കൊടുപ്പിക്കുകയാണ്, അത് അള്ളാഹു നോക്കും. ആ മനുഷ്യന് വലഞ്ഞു വിശന്നു വന്നപ്പോൾ അവന് വെള്ളം കുടിപ്പിച്ചു. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള അമല. അത് കാരണമായിട്ട് ഈ മനുഷ്യന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. പിന്നീട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ അവൻ അവന്റെ ജീവിതത്തിൽ ചെയ്ത സദഖ, അവൻ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത്, പൂർണ്ണമായ അവന് ബോധമുള്ള സമയത്ത്, മരിക്കാൻ കിടക്കുമ്പോഴല്ല, അവന് നല്ല ബോധമുള്ള സമയത്ത് അവൻ ഏതെങ്കിലും സദഖ ചെയ്യുകയും അത് ശേഷിക്കുകയും ചെയ്തെങ്കിലും അതും ആ മനുഷ്യന്റെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം സദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട അമലായതുകൊണ്ടാണ് മരണപ്പെടാൻ പോകുമ്പോൾ ചില മുജ്രിമുകളായ മനുഷ്യർ മലക്കുൽ മൗത്തിനോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് അല്പസമയം കൂടെ തരണം. മഹാന്മാരായ ചില ഉലമാക്കൾ എഴുതുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട അമല് അതായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. മരിക്കാൻ പോവുകയാണ്, അപ്പൊ ആ മനുഷ്യൻ പറയുകയാണ്, എനിക്കൊരു അല്പസമയം തന്നാൽ ഞാൻ എന്ത് ചെയ്തു കൊള്ളാം, ഞാൻ സദഖ ചെയ്തു കൊള്ളാം, ഞാൻ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യാം എന്ന മനുഷ്യൻ ആവശ്യപ്പെടുമെന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു കേൾപ്പിക്കുക, നമ്മൾ മനസ്സിലാക്കി തരിക. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഏറ്റവും വലിയ അമലായതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാമതായിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ ജീവിത കാലഘട്ടത്തിൽ അവൻ ഹയാത്തിൽ നല്ല അവസ്ഥയിൽ അവൻ ചെയ്യുന്ന സദഖ അതും അവന്റെ ഖബറിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ 7 കാര്യങ്ങൾ, വേറെ ചില റിവായത്തിൽ 10 കാര്യങ്ങൾ, ഇതൊരു മനുഷ്യന്റെ മരണത്തിന് ശേഷം നിലയ്ക്കാത്ത അവസ്ഥയിൽ അവനിലേക്ക് വന്നു ചേരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ഇബ്നു മാജഹ് റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം, നിലനിൽക്കുന്ന നന്മകൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യണം. കാരണം ഇതാണ് മനുഷ്യർക്ക് എപ്പോഴും പ്രയോജനപ്പെടുന്നത്, നിലനിൽക്കുന്ന നന്മകൾ. അതിൽ ഒന്നാമത്തത് നമ്മുടെ ഇൽമു വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്, ദീൻ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്, നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്, അവരെ ശിർക്കിൽ നിന്നും മോചനം കിട്ടുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുത്ത് ഈമാനിൽ അവരെ ഉറപ്പിച്ചു നിർത്തുക. നമുക്ക് ഓരോരുത്തർക്കും അവരുടെ കഴിവിന്റെ പരമാവധി കഴിയുന്ന രീതിയിൽ സദഖ ചെയ്യുക. മുഴുവൻ മുഅ്മിനീങ്ങളുടെയും നന്മ കാംക്ഷിക്കുക. മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നന്മ കാംക്ഷിച്ച് മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സാധാരണ നമ്മുടെ ഖുതുബയിൽ പോലും അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇത് പറയൽ നമുക്ക് നിർബന്ധമാണ്. ഖുതുബയുടെ ഫർളിൽ ഉലമാക്കൾ അത് എഴുതിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഫർള് കൂടിയാണ്. കാരണം മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഖബൂലിയത്ത് ഉള്ളതാണ്. അത് നമ്മളുടെ ഒറ്റയ്ക്കുള്ള ദുആയിലും പൊതുവായ ദുആയിലും എപ്പോഴും ഉണ്ടാകണം.
പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. ആ പ്രശ്നങ്ങളുടെ നടുവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിറിയയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ബഷാർ അൽ അസദ് എന്ന് പറയുന്ന ഒരു നരതാമൻ, അയാളുടെ ക്രൂരതകളെ കുറിച്ചൊക്കെ മുമ്പ് നമ്മൾ 2014 ജുമായ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ എവിടെയും കണ്ടിട്ടില്ലാത്ത അത്രയും ക്രൂരതകൾ ആ സിറിയയിലെ സുന്നി മുസ്ലിമീങ്ങൾ അനുഭവിക്കുകയുണ്ടായി. സുന്നി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പേരല്ല, ഷിയാക്കളല്ലാത്ത മുസ്ലിമീങ്ങളുടെ മേൽ അതിക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചു. ഒരു കോടിയോളം സിറിയൻ മുസ്ലിമീങ്ങൾ യൂറോപ്പിന്റെ വിവിധ ദ്വീപുകളിൽ ഇപ്പോഴും പലായനം ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഴിയാതെ പലരും മരണപ്പെട്ടു, പലരും മുത്തത്തായി. കാരണം യൂറോപ്പിന്റെ കൊച്ചു കൊച്ചു ദ്വീപുകളിൽ അവർ കഴിയുകയാണ്. അവർക്കൊക്കെ തിരിച്ചു വരാനുള്ള ഒരു അവസരം തുറന്നു കിട്ടി എന്നൊരു സന്തോഷ വാർത്ത അവർക്ക് അതിനകത്ത്. തിരിച്ചു വരാനുള്ള ഒരു അവസരം തുറന്നു കിട്ടി. കാരണം അവര് പലായനം ചെയ്ത് പോയതാണ്. ആദ്യ നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദുൽ ഉമവി ഉൾപ്പെടെയുള്ള മസ്ജിദുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഷാം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന് വളരെ വൈകാരികമായി ബന്ധമുള്ള ഒരു സ്ഥലമാണ്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ മാത്രമല്ല, സിറിയ, ജോർദാൻ, പലസ്തീൻ, ലബനാൻ, ഈ 4 രാജ്യങ്ങളോട് ചേർന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ ഷാം എന്ന് പറയുന്നത്. സഹാബാക്കൾ വലിയൊരു വിഭാഗം ഹിജ്റ ചെയ്ത് അവർ പിന്നീട് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പോയത് ഈ ഭാഗത്തേക്കാണ്, ഈ സിറിയയിലേക്ക്. സിറിയ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശങ്ങളിലേക്കാണ് അവരെല്ലാവരും പോയത്. വലിയൊരു വിഭാഗം സഹാബികളുടെ ഖബറുകളെല്ലാം ഈ നാടുകളിലാണ്. ജോർദാനില്, പലസ്തീനില്, സിറിയയില്, ലബനാനില്, ഇതെല്ലാം സഹാബികൾ ഭരിച്ച നാടാണ്. സിറിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഈറ്റില്ലമാണ്. അറിയപ്പെട്ട ഇമാമിങ്ങൾ, ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ ഖബർ അവിടെയാണ്. മർബുൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ ഖബർ അവിടെയാണ്. ഉമവി മസ്ജിദ്, അവിടുത്തെ പ്രധാനപ്പെട്ട 4 പട്ടണങ്ങൾ, അവിടുത്തെ ദിമഷ്ക്, ഡമാസ്കസ്, ഹലബ്, ഹമാത്ത്, ഹിംസ്, ഈ പട്ടണങ്ങളിലെല്ലാം ആദ്യത്തെ നൂറ്റാണ്ടിൽ നിർമ്മിച്ച മസ്ജിദുകൾ കാണാൻ കഴിയും. എന്നാൽ അത് ഏതാണ്ട് ഈ ബഷാർ അൽ അസദും അവന്റെ പിതാവ് ഹാഫിദ് അൽ അസദും അവന്റെ പിതാവ് പട്ടാള അട്ടിമറിയിലൂടെ ആ രാജ്യത്തെ കടുത്ത തീവ്ര ഷിയ ചിന്താഗതിക്കാരായ നുസൈരി അലവി ഷിയാക്കളുടെ കരങ്ങളിൽ വരുമ്പോ 90% ആ രാജ്യത്ത് മുസ്ലിമീങ്ങളാണ്. ഷാഫി മദ്ഹബുകാരും ഹനഫി മദ്ഹബുകാരും സലഫികളും ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങളാണ്, ഇഖ്വാനികളും ഒക്കെ അടങ്ങിയ സുന്നി മുസ്ലിമീങ്ങളാണ് അവിടെ 90%. അവരുടെ മേലാണ് ഇത്രയും കാലഘട്ടം പല മസ്ജിദുകളും 2014 നടന്ന മുല്ലപ്പൂ വിപ്ലവത്തില് മുസ്ലിമീങ്ങളെ പൂർണ്ണമായിട്ടും ഈ സുന്നി മുസ്ലിമീങ്ങൾ അടിച്ചമർത്തപ്പെട്ടു. അതിനുവേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഷിയ മിലിറ്റന്റുകളും കൂടെ ബഷാറിന്റെ കൂട്ടത്തിൽ കൂടിയിട്ടാണ് ഈ 1 കോടിയോളം ആൾക്കാർ നാട് വിട്ടുപോയത്. 10 ലക്ഷത്തോളം മുസ്ലിമീങ്ങളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അന്ന് മാധ്യമത്തിൽ വായിച്ച ഒരു വാർത്ത ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ നാട്ടിലെ പുരുഷന്മാര് ഉലമാക്കളോട് ഫത്വ ചോദിച്ചു, ഞങ്ങളുടെ സ്ത്രീകളെയും പെൺമക്കളെയും ഭാര്യമാരെയും കൊന്നുകളയാൻ അനുവാദമുണ്ടോ? ബഷാറിന്റെ പട്ടാളവും അവനോടൊപ്പം വന്ന ഈ തീവ്ര ഗ്രൂപ്പുകളും അവരെ പിച്ചു ചീന്തുന്നത് കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അത്ര ക്രൂരമായ അവസ്ഥകൾ നടന്നു. പക്ഷെ അതിനെയൊക്കെ അട്ടിമറിക്കപ്പെട്ട് ഇന്നോ നാട് വിട്ടുപോയി. അവിടുത്തെ ആൾക്കാരുടെ കയ്യിലേക്ക് ആ നാട് വന്നു. കഴിഞ്ഞ ജുമ, അതിന് മുമ്പത്തെ ജുമ ഒക്കെ ഈ ഉമവി മസ്ജിദിലും അതുപോലുള്ള മസ്ജിദുകളിലെല്ലാം ശരിയായ രൂപത്തിൽ നടക്കുന്നത് നമുക്ക് അറബി ന്യൂസുകൾ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എല്ലാ പള്ളികളിലും അവരതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാ നാട്ടിലെ മുസ്ലിമീങ്ങളും അവരോട് അക്രമം ചെയ്ത ഇവരെല്ലാം വെറുതെ വിട്ടിട്ടുമുണ്ട്. ചില വീഡിയോയിൽ ഞാൻ കണ്ടത്, അറബി ന്യൂസിൽ കണ്ടത്, അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും കൊന്നുകളഞ്ഞവരാണ്, പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ നിങ്ങൾ കണ്ടോ, ഇത് തുലക്കാം എന്ന് പറയുന്നത് വരെ നമുക്കാണ്. നിങ്ങൾ പൊക്കോ, നിങ്ങൾ വിട്ടയച്ചിരിക്കുന്നു, നബിതങ്ങൾ പറഞ്ഞതുപോലെ. പക്ഷെ ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും പുറത്തുള്ള കടന്നുകയറ്റം, ഇസ്രായേലിന്റെ അതിക്രമിച്ചുള്ള കയറ്റം, അതവിടെ ഒരു സങ്കീർണമായി നിൽക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി ആ രാജ്യത്തിന് വേണ്ടി, കാരണം ഷാം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഹദീസുകളൊന്നും കൂട്ടിക്കെട്ടി പറയേണ്ടതാണെന്ന് തോന്നുന്നില്ല എങ്കിലും ഒരുപാട് വിശാലത്തുകൾ, ഒരുപാട് സുവിശേഷങ്ങൾ, സന്തോഷ വാർത്തകൾ അറിയിക്കപ്പെട്ടിട്ടുള്ള നാടാണ്. ഷാം ഫതഹായാൽ പിന്നെ ബാക്കി എല്ലാ ഭാഗവും ഫതഹാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് അത് അറിയില്ലെങ്കിൽ കുറെ നാളുകളായി ആ നാടിന്റെ അവസ്ഥകൾ അറബി ന്യൂസിലൊക്കെ വായിക്കുന്നത് കൊണ്ട് ഏകദേശം ധാരണയിൽ നമ്മൾ പറയുകയാണ്. ഇപ്പൊ ആ നാട്ടുകാർക്കൊരു സ്വാതന്ത്ര്യത്തിന്റെ വായു കിട്ടിയിട്ടുണ്ട്. വലിയ പീഡനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് സുന്നി മുസ്ലിങ്ങൾ ജയിലുകളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ പുറത്തുനിന്നുള്ള ഇടപെടലുകളുമുണ്ട്. നമുക്കെന്താ ചെയ്യാൻ കഴിയും? നമുക്ക് ദുആ ചെയ്യാം, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സത്യവിശ്വാസികൾ അവരൊരു ശരീരം പോലെയാണ്.
ഇതങ്ങൾ പറഞ്ഞ ഒരു ശരീരം പോലെയാണ്. അതേത് നാട്ടിലാണെങ്കിലും ശരി, മുസ്ലിമാണോ നമ്മുടെ സഹോദരനാണ്, അതിനാർക്കും വേലിക്കെട്ടൊന്നും വെക്കാൻ കഴിയില്ല, കെട്ടാനും കഴിയില്ല. ആ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായാൽ നമുക്കും വേദന വരും. ശരീരത്തിന് പരിപാലിച്ചാൽ കണ്ണുറക്കം വലിക്കും, അതിന്റെ കണ്ണുറക്കം വലിച്ച് കാത്തിരിക്കും, അവയവങ്ങളെല്ലാം അതിനു വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കും എന്നാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ശരിയായ ഈമാനിന്റെ ചിന്തയും ഇൽമും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അമലുകൾ മുന്നേറുകയും ഇൽമു വ്യാപിപ്പിക്കുകയും നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നവരായാൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വാഗ്ദാനമായിട്ട് പറഞ്ഞ് നമ്മളോട് അള്ളാഹു കേൾപ്പിക്കുന്നതാണ്, അറിയിക്കുന്നതാണ്, സന്തോഷ വാർത്തയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെയും മുഴുവൻ മുഅ്മിനീങ്ങളെയും ലോകത്ത് നടക്കുന്ന എല്ലാ അവസ്ഥകളിലും സന്തോഷത്തിന്റെയും സഹായത്തിന്റെയും കാര്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാണ്.